ലോകത്തിന് തന്നെ മാതൃകയാണ്. എന്നാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ രീതിയിലൂടെ പഠിക്കുന്നതിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? കുട്ടികൾക്ക് വേണ്ടത്ര സ്മാർട്ട് ഫോണിന്റെ കുറവ്, ഇന്റർനെറ്റിന്റെ കുറവ്, അങ്ങനെയൊക്കെ. എന്നാൽ സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയോടെ നമ്മൾ അവയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയി. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളെ കാത്തിരിക്കുന്ന മികവിന്റെ പൊതുവിദ്യാലയങ്ങളിലേക്ക്, അധ്യാപകരുടെ കരുതലിലേക്ക്, കൂട്ടുകാരുടെ കളിച്ചിരികളിലേക്ക് ചിരിച്ചുകൊണ്ട് മടങ്ങിച്ചെല്ലാൻ സമയമായി. 18 മാസക്കാലത്തിന് ശേഷം കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് തിരികെ എത്തുന്ന ദിനമാണ് ഇന്ന്. അറിവിന്റെ തേന്നുകർന്ന് കുട്ടികൾ ആഘോഷിക്കുന്ന ഇടമായി വിദ്യാലയങ്ങൾ വീണ്ടും മാറുകയാണ്. തിരികെ സ്കൂളിലേക്ക് എന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നതിനായി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു കെ IAS അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 19 മാസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം നവംബർ 1 എന്ന ദിനം കേരളത്തിൽ ഒന്നിച്ചു വരുമ്പോൾ കേരളത്തിലെ 15,000-ഓളം സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലേക്ക് വരുന്ന ഒരു പുതിയ സുദിനമാണ്. ഒത്തിരിയേറെ പ്രതിസന്ധികൾക്കിടയിൽ, ലോകമെമ്പാടും കൊറോണ വൈറസിന്റെ ഭീതികൾക്കിടയിൽ നമ്മുടെ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കേണ്ടത് കുട്ടികളുടെ സാമൂഹ്യപരമായ ഉന്നമനത്തിന്, അവരുടെ അറിവ് സമ്പാദിക്കുന്ന ആ ചെറിയ കാലയളവിൽ പൊതു സാമൂഹ്യ പ്രക്രിയയുടെ ഭാഗമായി തീരേണ്ടതെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ നവംബർ 1-ാം തീയതി സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഈ ചടങ്ങിന് അനുബന്ധമായിട്ടുള്ള ചടങ്ങുകൾ ജില്ലാ തലങ്ങളിലും എല്ലാ സ്കൂൾ തലങ്ങളിലും നടക്കുമ്പോൾ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനാണ് തിരുവനന്തപുരം കോട്ടൂരിൽ ഗവൺമെന്റ് LP സ്കൂളിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ചടങ്ങിൽ നമ്മുടെ അധ്യക്ഷനായി നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി, സ്ഥലം MLA-യുമായ അഡ്വക്കേറ്റ് ആന്റണി രാജു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാ ചടങ്ങുകൾക്കും, എല്ലാ പദ്ധതികൾക്കും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പിന്തുണ നൽകുകയും അതോടൊപ്പം തന്നെ കോവിഡിന്റെ ഈ കാലഘട്ടത്തിന് ശേഷം സ്കൂൾ തുറക്കുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് നൽകുന്നതിനും അതിനായിട്ടുള്ള പ്രോട്ടോകോൾ വളരെ നേരത്തെ തന്നെ തയ്യാറാക്കുകയും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നടപടികളിലൂടെ സ്കൂൾ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മളെ സഹായിക്കുകയും ചെയ്തിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് ആന്റണി രാജു അവർ. ഇന്നത്തെ ഈ ചടങ്ങിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി അധ്യക്ഷ സ്ഥാനത്തുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു അവരെ ഇവിടെ കൂടിയിരിക്കുന്ന ഏവർക്കും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ ചടങ്ങിന് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ പി ശിവൻകുട്ടി അവர்களാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിലേറിയതിനു ശേഷം, കൊറോണയുടെ കാലഘട്ടത്തിന് ശേഷം സ്കൂളുകളെ സംബന്ധിച്ച് ഒത്തിരിയേറെ പുരോഗമനപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ഏറ്റവും ശക്തമായ രീതിയിൽ അവർ നടപ്പിലാക്കിക്കൊണ്ട് തന്നെ പരീക്ഷകളും മറ്റു സംവിധാനങ്ങളും എല്ലാം കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസത്തിന് ഒരു പുതിയ മുഖം നൽകുന്ന ശ്രമത്തിലാണ് ബഹുമാനപ്പെട്ട ശ്രീ പി ശിവൻകുട്ടി അവർ
എല്ലാ പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ വകുപ്പിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് വകുപ്പിനെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതിനായിട്ട് ഏറ്റവും സ്നേഹവും എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഈ ആഘോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനാണ് എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രിയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വി ശിവൻകുട്ടി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ മന്ത്രി ആദരണീയനായ ശ്രീ ജി ആർ അനിൽ, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മേയർ ബഹുമാനപ്പെട്ട മേയർ കുമാരി ആര്യ രാജേന്ദ്രൻ, കൗൺസിലർ ശ്രീമതി രാഖി രവികുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ജീവൻ ബാബു കെ IAS, മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖരെ, ജിയുടെ ഭാരവാഹികളെ, ഹെഡ് മാസ്റ്റർ ശ്രീ കെ ബുഹാരി, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ കലാലയങ്ങൾ ഉണരുകയാണ്. കോവിഡ് എന്ന മഹാമാരി സൃഷ്ടിച്ച അകലത്തിൽ നിന്ന് അത് മുറിച്ചു കടന്ന് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം സ്കൂളുകളിലേക്ക് എത്തിക്കാനുള്ള ഭഗീരഥ യത്നമാണ് കഴിഞ്ഞ കുറേ നാളുകളായി വിദ്യാഭ്യാസ വകുപ്പ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായി സ്കൂളുകൾ വൃത്തിയാക്കുന്നതിന്, അതുപോലെ തന്നെ സ്കൂളുകളിലെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന്, സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് എല്ലാം കഴിഞ്ഞ ഏതാനും നാളുകളായി വിശ്രമമില്ലാതെ പല മേഖലകളിലും പല സ്കൂളുകളിലും എത്തി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അങ്ങനെ ഒരു പരിധിവരെ വിദ്യാർത്ഥികൾക്ക് സുഗമമായി അവരുടെ അധ്യയനം ആരംഭിക്കുവാനുള്ള സംവിധാനമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളമാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാലം കൂട്ടി തന്നെ ആവശ്യമായ പ്രോട്ടോക്കോളുകൾ നിശ്ചയിച്ച് കലാലയങ്ങൾക്ക് നൽകുന്ന ഒരു സംവിധാനവും ഇത്തവണ ഉണ്ടായി. ഞങ്ങളെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് കോർത്തിണക്കുകയാണ് ചെയ്തത്. ആരോഗ്യ വകുപ്പിനെയും ഗതാഗത വകുപ്പിനെയും ഒക്കെ തന്നെ. അതുപോലെ ഈ കലാലയം തുറക്കുമ്പോൾ ഏതെല്ലാം വകുപ്പുകളുമായി കൈകോർക്കണമോ അവരെല്ലാം കാലയെക്കൂട്ടി തന്നെ വിളിച്ച് യോഗം ചേർന്ന് ചർച്ച ചെയ്ത് ഓരോ വകുപ്പുകളുടെയും പ്രോട്ടോക്കോൾ ഇറക്കുന്നതിനുള്ള നിർദ്ദേശമൊക്കെ നൽകി അങ്ങനെ കരുത്തുറ്റ ഒരു നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് നമുക്കുള്ളത് ശ്രീ വി ശിവൻകുട്ടി. ഗതാഗത വകുപ്പ് തന്നെ അദ്ദേഹം നേരത്തെ തന്നെ ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശമനുസരിച്ച് ഗതാഗത വകുപ്പ് സെപ്റ്റംബർ 22 തന്നെ 21-ാം തീയതി അദ്ദേഹം പ്രഖ്യാപിച്ച നവംബർ 1-ാം തീയതി കലാലയങ്ങൾ തുറക്കുന്നു. സെപ്റ്റംബർ 22 തന്നെ ഗതാഗത വകുപ്പ് സ്റ്റുഡൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോട്ടോകോൾ ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിച്ച സംസ്ഥാനമായ കേരളമാണ്. അതെല്ലാ കലാലയങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ, മാനേജ്മെന്റ്, സ്കൂൾ അധികൃതർ, ബസ് ഉടമകൾ എന്തെല്ലാം ചെയ്യണമോ, ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, ഇവർ ഓരോരുത്തരും ചെയ്യേണ്ട കൃത്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖാമൂലം അച്ചടിച്ച് എല്ലാ സ്കൂളുകളിലേക്കും എത്തിച്ചുകൊണ്ട് ഒരു പുതിയ പാത ഗതാഗത വകുപ്പ് തുറക്കുകയുണ്ടായി. നമുക്കറിയാം, സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ വിലയിരുത്തിയപ്പോൾ ഏതാണ്ട് എല്ലാ സ്കൂളുകളിലെയും കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെ തന്നെ ബോട്ട് സർവീസുകൾ കൃത്യമായി തന്നെ ആരംഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത്. KSRTC സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 3,63,000 വിദ്യാർത്ഥികൾക്കാണ് കൺസെഷൻ ടിക്കറ്റുകൾ വിതരണം ചെയ്തത്. ആ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ആ പ്രദേശങ്ങളിലെ ഒരു സർവീസ് പോലും മുടങ്ങാതെ ആ സർവീസുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻസ് ഓൺ സർവീസ്, ബസ് ഓൺ ഡിമാൻഡ് സർവീസ് ആരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. 100 കിലോമീറ്റർ വരെയുള്ളതിന് 7,500 രൂപയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. അതാണ് ലാഭവും നഷ്ടവുമില്ലാതെ പോകാൻ കഴിയുന്ന ഒരു സംവിധാനം. പക്ഷേ പല മേഖലകളിൽ നിന്നും ആ തുക കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 7,500 രൂപയായിരുന്നത് 100 കിലോമീറ്ററിനായിരുന്നത് 5,500 രൂപയായി കുറയ്ക്കാനുള്ള നിർദ്ദേശം നൽകുകയുണ്ടായി. അതനുസരിച്ച് അല്പം നഷ്ടം സഹിച്ചുകൊണ്ടാണെങ്കിലും KSRTC പല കലാലയങ്ങളിലേക്കും ബോണ്ട് സർവീസുകൾ ആരംഭിക്കുവാൻ നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. നമുക്കറിയാം, കലാലയങ്ങൾ പൂർണ്ണതോതിൽ തുറക്കണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെങ്കിലും ഇപ്പോഴും പല രക്ഷകർത്താക്കളും ഓൺലൈൻ ക്ലാസുകളിലേക്ക് തന്നെയാണ് അവര് ചുരുക്കം ചില വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും മുന്നോട്ട് പോകുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാലക്രമേണ നമ്മുടെ വിദ്യാലയങ്ങൾ നല്ല സജീവമായി സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അത്തരം വിദ്യാർത്ഥികളും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്കൂളുകളിലേക്ക് മടങ്ങിയെത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ഏതായാലും ഇത്രയേറെ ഒരുക്കം ഗവൺമെന്റ് നടത്തിയ ഒരു കാലഘട്ടത്തിനും ഉണ്ടായിട്ടില്ല. ഒരു ആശങ്കയ്ക്കും വകയില്ലാതെ എല്ലാ സംവിധാനങ്ങളെയും, ആരോഗ്യ വകുപ്പിനെയും വിദ്യാഭ്യാസ വകുപ്പും ഗതാഗത വകുപ്പും എല്ലാ വകുപ്പുകളും കൈകൊടുത്തുകൊണ്ട്
നമ്മുടെ കലാലയങ്ങൾ പഴയ രൂപത്തിലേക്ക്, ഭാവത്തിലേക്ക്, ആഘോഷത്തിലേക്ക്, ഉത്സവത്തിലേക്ക് മാറുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ സംരംഭം തിരികെ സ്കൂളിലേക്ക് എന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം എന്റെ നിയോജക മണ്ഡലത്തിൽ നടത്താൻ തീരുമാനിച്ച ബഹുമാന വിദ്യാഭ്യാസ മന്ത്രിയുടെ വ്യക്തിപരമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഈ പ്രവർത്തനം ഇന്നു മുതൽ അദ്ദേഹം പറഞ്ഞു, ഈ സംവിധാനത്തിന്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കുവാനുള്ള അത്രയേറെ ആത്മവിശ്വാസം വിദ്യാർത്ഥികൾക്ക്, രക്ഷകർത്താക്കൾക്ക് പകരുവാൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ നിരന്തരമായ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞുള്ള ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ 15,000-ൽ പരം കലാലയങ്ങളിലേക്ക് 45 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ ബഹുഭൂരിപക്ഷവും ഇന്ന് കലാലയത്തിൽ എത്തുന്ന സുദിനമാണെന്ന്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളപ്പിറവിയുടെ ദിനത്തിൽ ഒരു ആഘോഷമാണ്, ഉത്സവമാണ് കേരളമാകെ നടത്തുന്നത്. 1.5 വർഷക്കാലം നഷ്ടമായ കലാലയ ജീവിതം വിദ്യാർത്ഥികൾക്ക് തിരികെ കിട്ടുകയാണ്. കൂട്ടുകൂടാൻ, അധ്യാപകരെ കാണാൻ, കളിക്കാൻ, ചിരിക്കാൻ, പഠിക്കാൻ ഒക്കെ അവസരം കിട്ടുന്ന ഈ സന്ദർഭം തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം, പുതിയൊരു വഴിത്തിരിവ്, പുതിയ പാന്താവിലേക്കുള്ള ഒരു വരവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് തികച്ചും ഇതൊരു അനുഭവം തന്നെയായിരിക്കും. 1.5 വർഷം തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്ന മനോഹരമായ ദിവസത്തിൽ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും വിജയങ്ങളും ആശംസിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന, ആത്മാർത്ഥയോടെ പ്രവർത്തിക്കുന്ന അധ്യാപകരെയും PTA-യും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുവാൻ നല്ല ഉത്തരവാദിത്വബോധത്തോടെ പെരുമാറുന്ന മാധ്യമങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നേരനുഭവത്തിലേക്ക് വരുന്ന കുട്ടികളെ വരവേൽക്കുക തിരികെ സ്കൂളിലേക്ക് എന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുന്നതിനായി കേരളത്തിന്റെ ആരാധ്യനായ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മറ്റ് വിശിഷ്ട വ്യക്തികളും മന്ത്രിക്കൊപ്പം ചേരും. വിദ്യാഭ്യാസ മന്ത്രിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. 18 മാസക്കാലം നേരത്തെ സൂചിപ്പിച്ച പോലെ അടഞ്ഞുകിടന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള സംസ്ഥാന പ്രവേശനോത്സവം വേദിയിലെ സദസ്സുകളുള്ള എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളെപ്പറ്റി കിടക്കുന്നില്ല. ഇതൊരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതിന് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സമൂഹത്തിൻ്റെയും വലിയ പിന്തുണ ലഭിച്ചു. ഇന്ത്യ രാജ്യത്ത് ബോർഡ് പരീക്ഷ നടത്തിയ സംസ്ഥാനം കേരളം മാത്രമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് 6 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെയാണ് പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കുറച്ച് രക്ഷകർത്താക്കളെങ്കിലും ഉത്കണ്ഠ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് കുട്ടികളെ അയക്കുന്നതിലുള്ള ചില പരിമിതികളെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്. ഒരു കാര്യം സംസ്ഥാന ഗവൺമെൻറ് വേണ്ടി പറയുന്നു, കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ രക്ഷിതാക്കളോടൊപ്പവും വിദ്യാർത്ഥികളോടൊപ്പം കൊണ്ട് നിങ്ങൾ ആരും തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഏത് പ്രതിസന്ധി ഘട്ടം ഉണ്ടായിരുന്നാലും ആ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും സംസ്ഥാന ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ദിവസവും സ്കൂളുകളിൽ വൈകുന്നേരം അന്നത്തെ വിശേഷങ്ങളെ സംബന്ധിച്ചിടത്തോളം PTA തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അതുപോലെ സ്കൂൾ അധികാരികൾ ടീച്ചർമാർ എല്ലാം ചേർന്നുകൊണ്ട് ചർച്ച ചെയ്ത് വിലയിരുത്തി അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ കൈമാറും. അങ്ങനെ കൈമാറുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന കുറവുകളെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകും.
സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുള്ള മാർഗരേഖയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മാർഗരേഖ, അതുപോലെ തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ള മാർഗരേഖ, സ്റ്റുഡൻസിന് ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ചുള്ള മാർഗരേഖ. ഈ മാർഗരേഖകളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത്. ഞാൻ മറ്റു കാര്യങ്ങൾ തിരിഞ്ഞു കിടക്കുന്നില്ല. ഇന്ന് നിയമസഭ ചേരുന്ന ദിവസമായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടെ എത്തിച്ചേരാൻ വേണ്ടി കഴിയാത്തത്. സ്കൂൾ തുറക്കുന്നതിന് വേണ്ടിയും ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയും അങ്ങേറ്റം പിന്തുണ നൽകുന്ന ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ സ്കൂൾ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും എന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് വർത്തമാനത്തിൽ നിന്നും മുതിരുന്നില്ല. വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടന്നു പോകുന്നത്. നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമായി മാറാൻ പോവുകയാണ് ഈ പ്രവേശനോത്സവം. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പറഞ്ഞതുപോലെ എല്ലാ തയ്യാറെടുപ്പുകളോടും എല്ലാ സംരക്ഷണവും നൽകിക്കൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് എത്തിക്കുന്നു. ഈ സംരംഭം യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെൻറ് നടത്തിയ പരിശ്രമങ്ങളുടെ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കാലയകൂട്ടി തന്നെ അതിനനുസൃതമായ പരിപാടികൾ തയ്യാറാക്കി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ സ്കൂൾ വിദ്യാലയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നടപടികളാണ് ചെയ്തത്. പരീക്ഷ നടത്തിയതിനെക്കുറിച്ചുകൂടെ സൂചിപ്പിച്ചു. ഇന്ത്യയുടെ ചരിത്ര സംഭവങ്ങളാണ് ഇതെല്ലാം കഴിയുന്നത്. മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത തരത്തിൽ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും പൂർണ്ണമാക്കിക്കൊണ്ടാണ് ഒരാശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം സധൈര്യം നമ്മുടെ സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കുവാൻ രക്ഷകർത്താക്കൾ പ്രേരിപ്പിച്ചു. ആ പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത ആ പ്രവർത്തനങ്ങൾ, മാതൃകയായ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും ഈ അവസരം തരികയാണ്. പുതുതായി സ്കൂളിലേക്ക് കടന്നു വന്നത് 1ാം ക്ലാസ് കുട്ടികൾ മാത്രമല്ല, 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ഈ ക്യാമ്പസിലേക്ക് ആദ്യമായിട്ട് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് അവരെ അഭിനന്ദിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ പ്രവേശനോത്സവത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിൽ ഏറ്റവും ചരിത്രപരമായ തീരുമാനങ്ങൾ ഈ കാലഘട്ടത്തിൽ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നടന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അഭിമാനത്തോടു കൂടി പറയട്ടെ, പൊതുവിദ്യാഭ്യാസ രംഗം ഏറ്റവും മികച്ച രീതിയിൽ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരെല്ലാം സംസാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുള്ള തീരുമാനങ്ങളല്ല. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുജന പങ്കാളിത്തത്തോടുകൂടി കേരളത്തിലെ മുഴുവൻ വകുപ്പുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിച്ചു. നേരത്തെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ ക്ലാസുകൾ ആരംഭിച്ച സമയത്ത് അന്ന് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്, ഇത് ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കുറെ പൈസ ചിലവഴിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠന സാധനങ്ങൾ വാങ്ങിച്ചു നൽകണം എന്നുള്ളതല്ല നമ്മുടെ ഉത്തരവാദിത്തം. ഇവിടെ ജനങ്ങളുടെ പങ്കാളിത്തം